ഞാൻ മേരി മെറ്റിൽഡ. സ്റ്റേ ഇൻസ്പയർഡ് സീരീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ദിവസം ഒരു സ്പെഷ്യൽ ഡേ ആണ്, മാർച്ച് 8 വനിതാ ദിനം. പിന്നെ എന്ത് ടോപ്പിക് അവതരിപ്പിക്കണമെന്ന് അധികം ചിന്തിക്കാനില്ല, സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കാമെന്ന് കരുതി. അതിനു മുമ്പ് ഒരു മുൻകൂർ ജാമ്യം എടുക്കുകയാണ് കേട്ടോ. ചില സുഹൃത്തുക്കൾ എന്നെ കണ്ടപ്പോൾ പറഞ്ഞു, വീഡിയോസിൽ ചില റിപ്പീറ്റേഷൻസ് വരുന്നുണ്ട്, അത് ഒഴിവാക്കണം. അപ്പോൾ റിപ്പീറ്റേഷൻസ് വരുന്നതിന് ചില കാരണങ്ങളുണ്ട്. ഒന്ന്, എല്ലാ ആഴ്ചയിലും ഇങ്ങനെ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ എല്ലാ കാര്യങ്ങളും ആദ്യമായിട്ട് പറയുന്നതാകാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അത്രയും കപ്പാസിറ്റി എനിക്കില്ല സത്യത്തിൽ. ഇടയ്ക്കിടയ്ക്ക് കുറേ പുതിയ സബ്സ്ക്രൈബേഴ്സ് വരും. അവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ ചില റിപ്പീറ്റേഷൻസ് വേണ്ടി വരാറുണ്ട്. ഇനി മൂന്നാമത്തെ കാര്യം, എൻ്റെ ചാനലിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം ഒരു ബെറ്റർ പേഴ്സൺ ആകാൻ ആളുകളെ സഹായിക്കുക. എൻ്റെ അറിവും അനുഭവമൊക്കെ വെച്ചിട്ട് ഞാൻ പഠിച്ച പാഠങ്ങൾ ഷെയർ ചെയ്ത് കുറച്ചുകൂടി മെച്ചപ്പെട്ട ജീവിതം ആളുകൾക്ക് ഉണ്ടാകാൻ അവരെ സഹായിക്കുക. അപ്പോൾ ജീവിതത്തിൽ ഇങ്ങനെ മാറ്റങ്ങൾ പെട്ടെന്നുണ്ടാവില്ലല്ലോ. നമ്മുടെ മനസ്സിലുള്ള ചിന്തകളാണ് മാറ്റങ്ങളിലേക്ക് നയിക്കുന്നത്. വെറുതെ ചിന്ത വന്ന് പോയാൽ മാറ്റമൊന്നും ഉണ്ടാവില്ല. ചിന്തകൾ ഇങ്ങനെ റിപ്പീറ്റഡായിട്ട് വരുന്ന ചിന്തകൾ വളരെ സ്ട്രോങ് ആകും. അത് ഉപബോധ മനസ്സിലേക്ക് എത്തും. ഉപബോധ മനസ്സിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ആ ചിന്തകൾ വളരെ പവർഫുള്ളാകും, നടപ്പിലാകാൻ സാധ്യതയുണ്ട്. അപ്പോഴും ചിന്തകൾ കൊണ്ട് കാര്യം നടക്കില്ല. ആക്ഷൻസിലേക്ക് നമ്മൾ കടന്നില്ലെങ്കിൽ ഒരു പ്രയോജനവുമില്ല. സ്ത്രീകൾക്ക് വേണ്ടി ഞാനിങ്ങനെ സംസാരിക്കുമ്പോഴുള്ള പ്രശ്നം അതാണ്. ഞാൻ ഇതിനു മുമ്പും കുറച്ച് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിലൊക്കെ ഡിസ്കസ് ചെയ്ത ചില കാര്യങ്ങൾ ഇതിലും കടന്നു വന്നേക്കാം. ഈ വർഷത്തെ വനിതാ ദിനത്തിൻ്റെ തീം എന്താണെന്നോ? ആക്സിലറേറ്റ് ആക്ഷൻസ് ഫോർ ജെൻഡർ ഇക്വാളിറ്റി. ജെൻഡർ ഇക്വാളിറ്റി എന്നൊക്കെ കേട്ടു തുടങ്ങിയിട്ട് ഒരുപാട് കാലങ്ങളായല്ലേ. നൂറ്റാണ്ടുകളായി അടിച്ചമർത്തപ്പെട്ടിരുന്ന സ്ത്രീകളെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് ലിംഗവിവേചനത്തെക്കുറിച്ച് ഒരുപാട് പഠനങ്ങളും ചർച്ചകളും ഒക്കെ നടക്കുന്നുണ്ട്. നമുക്കിപ്പോൾ ഒരു അവയർനെസ് ഒക്കെ ഉണ്ടല്ലേ. സ്ത്രീയുടെയും പുരുഷൻ്റെയും സൃഷ്ടിയുടെ പിന്നിലുള്ള പ്രകൃതിയുടെ ഒരേ ഒരു ഉദ്ദേശം തലമുറകളെ നിലനിർത്തുക എന്നുള്ളതാണ്. അപ്പോൾ ഇതേപ്പറ്റി സംസാരിക്കുമ്പോൾ നമ്മൾ 2 വാക്കുകൾ അത്യാവശ്യമായിട്ട് പരിചയപ്പെടണം: സെക്സ് ആൻഡ് ജെൻഡർ. ഈ ലിംഗവ്യത്യാസത്തെയാണ് നമ്മൾ സെക്സ് എന്ന് പറയുന്നത്. ജെൻഡർ എന്ന് പറഞ്ഞാൽ ലിംഗ പദവിയാണ്. അപ്പോൾ ലിംഗവ്യത്യാസം പ്രകൃതി നിശ്ചയിച്ചതാണ്. അത് സ്ത്രീക്ക് ഒരിക്കലും പ്രതികൂല ഘടകമല്ല, അനുകൂല ഘടകങ്ങൾ ഉണ്ട് താനും. പുരുഷന് പ്രകൃതി കൊടുത്തിട്ടുള്ള ഏറ്റവും വലിയ ഒരു ബ്ലെസ്സിങ് എന്ന് പറയുന്നത് മസിൽ പവറാണ്. അപ്പോൾ ഈ വംശം നിലനിർത്തുന്നതിൽ വളരെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം നിർവഹിക്കുന്നത് സ്ത്രീയാണല്ലോ. കുഞ്ഞുങ്ങളെ ഗർഭം ധരിക്കുക, പ്രസവിക്കുക, അവരുടെ വളർച്ചയിൽ നിർണായകമായ പങ്കുവഹിക്കുക. അപ്പം അത്തരം ധർമ്മങ്ങൾ നിർവഹിക്കാൻ പറ്റിയ രീതിയിലാണ് അവളുടെ ജനനം. അപ്പം മസിൽ പവറിന് നമുക്ക് കരുത്തെന്ന് പറയാം. അപ്പോൾ പുരുഷന് പ്രകൃതി കരുത്ത് കൊടുത്തപ്പോൾ സ്ത്രീക്ക് കൊടുത്തത് ത്രാണി എന്ന് പറയും. പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിക്കാനുള്ള കഴിവിനെയാണ് ത്രാണി എന്ന് പറയുന്നത്. ഈ ഗർഭധാരണം, പ്രസവം, ഇതൊക്കെ വളരെ സങ്കീർണമായിട്ടുള്ള കാര്യങ്ങളല്ലേ. അതിജീവനത്തിനുള്ള കഴിവ് സ്ത്രീക്കുണ്ട്. അതുപോലെ തന്നെ സ്ത്രീക്ക് ആശയവിനിമയത്തിലും മറ്റുള്ളവരെ കോർഡിനേറ്റ് ചെയ്യാനും ഒരേ സമയത്ത് പല കാര്യങ്ങൾ ചെയ്യാനും പ്രത്യേക കഴിവുണ്ട്. നമ്മളിപ്പോൾ ഒരു ഡിജിറ്റൽ ലോകത്താണ് ജീവിക്കുന്നത്. ലോകത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഓരോരുത്തരും അറിയുന്നു. അപ്പോൾ ഒരു കമ്പാരിസൺ എല്ലാവരും നടത്തുന്നു. എന്നെപ്പോലെ തന്നെ ഒരു സ്ത്രീയല്ല ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നത്, ഞാനെന്താണ് ഇങ്ങനെയെന്നുള്ള ഒരു ചിന്ത സ്ത്രീകളിൽ വരാൻ തുടങ്ങി. അങ്ങനെ എല്ലാ സ്ത്രീകൾക്കും തന്നെ കുടുംബത്തിനപ്പുറത്തേക്ക് വളരാനും കഴിവുകൾ വികസിപ്പിക്കാനും അംഗീകാരം നേടാനും ആഗ്രഹമുള്ളൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജെൻഡർ ഇക്വാളിറ്റി, ലിംഗ പദവിയിൽ തുല്യത ഉണ്ടാവണമെന്ന് എല്ലാവരും ശക്തിയായിട്ട് വാദിച്ചു തുടങ്ങി. അതിനുള്ള പോളിസീസ്, പദ്ധതികളൊക്കെ നമ്മൾ തയ്യാറാക്കി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ശരിക്കുള്ള അവസ്ഥ എന്താണെന്ന് വെച്ചാൽ, ഈ ചർച്ചകളൊക്കെ ഒരു വശത്ത് ഇങ്ങനെ നടക്കുന്നുണ്ടെങ്കിലും ഈ ചേഞ്ചിൻ്റെ സ്പീഡ് വളരെ കുറവാണ്. ഇപ്പോഴത്തെ ഒരു കാൽക്കുലേഷൻ അനുസരിച്ച് പറയുന്നത്, ശരിക്കും സ്ത്രീയും പുരുഷനും തമ്മിൽ ലിംഗപദവിയിൽ ഒരു തുല്യത വരണമെങ്കിൽ 5 തലമുറയെങ്കിലും കഴിയണം. ഇത്ര സ്ലോയിൽ പോകേണ്ട കാര്യമുണ്ടോ? അതുമാത്രമല്ല, നമ്മളുടെയൊക്കെ ജീവിതം കഴിഞ്ഞു പോകൂലേ. ചർച്ചകളുടെ രൂപത്തിലും ഭാവത്തിലും ഒക്കെ വ്യത്യാസം വന്നിട്ടുണ്ട്. 1975 അന്താരാഷ്ട്ര വനിതാ വർഷം നമ്മൾ ആചരിച്ചപ്പോൾ പലപ്പോഴും ഈ ഇൻ്റർനാഷണൽ ലെവലിൽ കോൺഫറൻസ് ഒക്കെ നടത്തുമ്പോൾ പല രാജ്യങ്ങളിൽ നിന്നും വന്നിരുന്ന പ്രതിനിധികളൊക്കെ പുരുഷന്മാരായിരുന്നു. ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ പണ്ട് ഭോപ്പാലിൽ വിമൻ ഇൻ ടെക്നോളജി എന്നുള്ളൊരു കോൺഫറൻസിൽ പങ്കെടുക്കാൻ പോയി. അന്ന് മിക്കവാറും അവിടെ കോൺഫറൻസിൽ പങ്കെടുത്തത് പുരുഷന്മാരായിരുന്നു. അതെല്ലാം മാറിയപ്പോൾ ഒരുപാട് സ്ത്രീകൾ രംഗത്തേക്ക് വന്നു തുടങ്ങി. എന്നാലും ലിംഗപദവിയിൽ ഒരു തുല്യതയിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ
ഇനിയും ബഹുദൂരം മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നു. ആക്സിലറേറ്റ് ആക്ഷൻസ് ഫോർ ജെൻഡർ ഇക്വാലിറ്റി. ഈ തുല്യതയിലേക്ക് നമ്മളെ നയിക്കുന്ന പ്രവൃത്തികൾക്ക് സ്പീഡ് കൂട്ടുക. അപ്പോൾ നമ്മളിന്ന് ചിന്തിക്കാൻ പോകുന്നത് ആ വിഷയത്തെക്കുറിച്ചാണ്. ഇപ്പോഴും ലിംഗപദവിയിൽ വിവേചനം അനുഭവിക്കുന്ന ധാരാളം സ്ത്രീകളുണ്ട്. അങ്ങനെയുള്ള വാർത്തകൾ നമ്മൾ എന്നും കേട്ടുകൊണ്ടിരിക്കുകയല്ലേ. ഈ ലിംഗപദവിയിലുള്ള തുല്യത ഉറപ്പാക്കാൻ വേണ്ടി എവിടെയൊക്കെയാണ് നമ്മൾ പ്രവർത്തിക്കേണ്ടത്? നമ്മളൊരു അന്താരാഷ്ട്ര ലെവലിൽ നിന്നുകൊണ്ട് ചർച്ച ചെയ്തിട്ട് കാര്യമില്ല. ഈ പ്രവൃത്തികളിലേക്ക് കടക്കണമെങ്കിൽ നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യാനുണ്ട്, അത് കൃത്യമായിട്ട് കണ്ടെത്തി ചെയ്യാൻ തയ്യാറാവണം. അതേക്കുറിച്ച് നമ്മൾ ആലോചിക്കുമ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, ഏറ്റവും കൂടുതൽ ഈ വിവേചനം നടക്കുന്നത് കുടുംബങ്ങളിലാണ്. അവിടെ എന്തൊക്കെ ആക്ഷനാണ് നമ്മൾ എടുക്കേണ്ടത്? ഇത് സ്ത്രീയുടെയും പുരുഷൻ്റെയും ഒരു ഉത്തരവാദിത്വമാണ്. സ്ത്രീകൾ അവരുടെ ചട്ടക്കൂടുകളൊക്കെ ഭേദിച്ച് അവരുടേതായിട്ടുള്ള ഒരു സംഭാവനകൾ ലോകത്തിന് കൊടുക്കാൻ തുടങ്ങിയാൽ ഒരു മെച്ചപ്പെട്ട ലോകമല്ലേ നമുക്ക് കിട്ടാൻ പോകുന്നത്. ഇതിൽ മുൻകൈ എടുക്കേണ്ടത് പുരുഷനല്ല, സ്ത്രീയാണ്. കാരണം എന്താണെന്നറിയാമോ? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോഴുള്ള സാഹചര്യത്തിൽ ഗുണഫലം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് പുരുഷന്മാരാണ്. അതങ്ങനെ വിട്ടുതരാൻ സാധാരണ ആരും തയ്യാറാവില്ലല്ലോ. അപ്പോൾ ഈ വിവേചനം ഏതൊക്കെ തരത്തിലാണ് കുടുംബങ്ങളിൽ നിലനിൽക്കുന്നത്, അപ്പോൾ അതെങ്ങനെ ഒന്ന് മാറ്റിയെടുക്കാം, ഈ കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഒന്നാമത്തെ കാര്യം, ഏറ്റവും കൂടുതൽ വിവേചനം നടക്കുന്നത് എവിടെയാണെന്ന് അറിയാമോ? ഇപ്പോൾ ഒരു വീട് നടത്തിക്കൊണ്ട് പോകണമെങ്കിൽ ആ വീട്ടിൽ പല ജോലികളും ഉണ്ടല്ലേ. കുക്കിംഗ്, ക്ലീനിങ്, കുഞ്ഞുങ്ങളെ വളർത്തുക, ഇങ്ങനെ പല ജോലികളും നമ്മൾ ചെയ്യാനുണ്ട്. അപ്പോൾ വീട്ടിലൊരു മുതിർന്ന സ്ത്രീ ഉണ്ടെങ്കിൽ ഈ ജോലികളെല്ലാം അവൾ ചെയ്യേണ്ടതാണെന്നുള്ള ഒരു സമ്പ്രദായമില്ലേ. ഇതൊക്കെ മാറ്റേണ്ട സമയം അതിക്രമിച്ചു. സ്ത്രീകൾക്ക് പുറമേ പോയി പണം സമ്പാദിക്കുന്ന ഒരു ജോലിയില്ലെങ്കിൽ മിക്കവാറും ഭർത്താക്കന്മാർ പറയുമല്ലേ, നിനക്കെന്താ ഇവിടെ പണി? ആ മനോഭാവത്തിലാണ് പുരുഷന്മാർ പെരുമാറുന്നത്. പക്ഷെ ഒരു കാര്യം ഓർക്കണം, പുരുഷൻ പുറമേ പോയി ജോലി ചെയ്യുമ്പോൾ അതിന് ശമ്പളമുണ്ട്, പുറമേ ഒരു അംഗീകാരമുണ്ട്. ഇതൊന്നുമില്ലാതെയാണ് ഈ സ്ത്രീ വീട്ടിനുള്ളിൽ ജോലി ചെയ്യുന്നത്. ചില സ്ത്രീകൾ രഹസ്യമായിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്, അവരെ സംബന്ധിച്ചിടത്തോളം ഒരു നരകമാണ് അടുക്കള, ഒരിക്കലും മോചനമില്ലാത്തൊരവസ്ഥ. ജോലിക്ക് പോകുന്ന പല സ്ത്രീകളുടെയും കാര്യം അതിനേക്കാൾ കഷ്ടമാണ്. ജോലിക്ക് പോകുന്നുണ്ട്, ശമ്പളം കിട്ടുന്നുണ്ട്, പക്ഷേ ഒരു ഡ്യുവൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയും, ഇരട്ട ഉത്തരവാദിത്തം. വീട്ടിലെ കാര്യങ്ങളുടെ ഫുൾ ഉത്തരവാദിത്തം, ജോലി സ്ഥലത്ത് ചെല്ലുമ്പോൾ അവിടുത്തെ ഉത്തരവാദിത്തം. അങ്ങനെ കഷ്ടപ്പെടുന്ന സ്ത്രീകളുണ്ട്. ഇതൊക്കെ നമുക്ക് വളരെ സിമ്പിളായിട്ട് സോൾവ് ചെയ്യാവുന്ന കാര്യങ്ങളല്ലേ. പല വീടുകളിൽ നടക്കുന്ന ഒരു കാര്യമുണ്ട്, ഒരു ഡ്രസ്സ് അലക്കണമെങ്കിൽ ഇതെല്ലാം അലക്കേണ്ട ചുമതല അവിടെയുള്ള അമ്മയോ ഭാര്യയായ സ്ത്രീക്കാണ്. ഈ അലക്കിയ തുണികൾ അവനവൻ്റെ ഡ്രസ്സൊക്കെ ഒന്ന് മടക്കി വെക്കാൻ പോലും പല സ്ഥലത്തും ആരും തയ്യാറല്ല. കുക്കിങ്ങിൻ്റെ ഏരിയയിലേക്ക് പലരും തിരിഞ്ഞു നോക്കാറില്ല. ക്ലീനിങ്ങോ അതുപോലെ തന്നെ. അവനവൻ്റെ ഏരിയ ക്ലീൻ ചെയ്താൽ തന്നെ, അവനവൻ ഭക്ഷണം കഴിക്കുന്ന പാത്രം കഴുകി വെച്ചാൽ തന്നെ വലിയൊരു വ്യത്യാസം വരില്ലേ. അങ്ങനെയുള്ള ജോലികൾ എല്ലാവരും കൂടി സഹകരിച്ച് ചെയ്യുമ്പോൾ ആ വീട്ടിൽ വരുന്ന വലിയൊരു വ്യത്യാസമുണ്ട്. പണ്ട് പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിലില്ലല്ലോ. സോഷ്യൽ മീഡിയ ഇല്ല, റീലുകളില്ല, ഫേസ്ബുക്കില്ല, അങ്ങനെ പുറത്ത് കറങ്ങാൻ പോകാൻ സ്ഥലങ്ങളില്ല. ഇതൊന്നും ഇല്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ ഉണ്ടാക്കി വെച്ച സമ്പ്രദായങ്ങളാണ്. ഇതൊക്കെ മാറ്റേണ്ട സമയമായില്ലേ. പിന്നെ വേറെ ചിലർ ചെയ്യാറുണ്ട് കേട്ടോ, നിന്നോടുള്ള സ്നേഹം കൊണ്ട് കുറച്ച് ഞാൻ സഹായിച്ചേക്കാം. ആ മനോഭാവവും മാറ്റണം. ഇതെല്ലാവരുടെയും കൂടി ഒരു ഉത്തരവാദിത്തമാണെന്നുള്ള ഒരു ബോധം ഓരോരുത്തർക്കും ഉണ്ടാവണം. രണ്ടാമത്തെ കാര്യം, വയലൻസ്, സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ. അത് കുടുംബത്തിനുള്ളിൽ പല രൂപത്തിലും ഭാവത്തിലും സംഭവിക്കാറുണ്ട്. വീടിനുള്ളിലാകുമ്പോൾ വലിയ സൗകര്യമാണല്ലോ. അതായത് ഈ പുരുഷൻ്റെ ഒരു മസിൽ പവർ കൊടുക്കുന്ന ഒരു മേധാവിത്വമുണ്ട്. അപ്പോൾ അയാൾക്ക് ഉണ്ടാകാവുന്ന ഒരു രീതി എന്താണെന്ന് വെച്ചാൽ, എൻ്റെ ഇഷ്ടം ഇവിടെ നടക്കണം, എൻ്റെ ഇഷ്ടത്തിനെതിരായിട്ട് ഇവൾ നിന്നു കഴിഞ്ഞാൽ പിന്നെ അവളെ നേരിടാൻ എൻ്റെ കയ്യിലുള്ളത് ശരീരത്തിൻ്റെ ഒരു കരുത്താണ്. ഈ രീതിയിൽ പെരുമാറുന്ന പുരുഷന്മാരുണ്ട്. ഭാര്യയ്ക്കിട്ടൊരു അടി കൊടുത്താലൊന്നും വലിയ കുഴപ്പമില്ല എന്ന് പറയുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. മരുമക്കളെ അടിക്കാൻ പ്രേരിപ്പിക്കുന്ന അമ്മായിയമ്മമാരെ കുറിച്ച് നമ്മൾ പത്രത്തിലൊക്കെ വായിച്ചിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. അവരുടെ ഒരു ചോദ്യമുണ്ട്, എന്താ നിൻ്റെ കൈക്ക് എല്ലുണ്ടായിരുന്നില്ലേ എന്ന്. വീടിൻ്റെ ഉള്ളിൽ പലതും നടക്കാറുണ്ട്. അടി മാത്രമല്ല, എപ്പോഴും ഇടിച്ച് താഴ്ത്തി സംസാരിക്കുക, പിന്നെ പലതരം ചോദ്യം ചെയ്യൽ. ഒരു കാര്യം ചെയ്യുമ്പോൾ നീ എന്തിനാണ് അങ്ങനെ ചെയ്തത്, ഇങ്ങനെ ചെയ്യായിരുന്നില്ലേ. അപ്പോൾ ചില സ്ത്രീകൾ ഒരു ഉൾഭയത്തോടു കൂടിയാണ് വീടുകളിൽ ജീവിക്കുന്നത്. ഭർത്താവ് എങ്ങനെയായിരിക്കും പ്രതികരിക്കുക, അങ്ങോട്ട് ദേഷ്യം വന്നാൽ പിന്നെ അങ്ങോട്ട് എന്ത് ചെയ്യുമെന്ന് അറിയില്ല.
ഇങ്ങനെയൊക്കെ ആകുലപ്പെടുന്ന സ്ത്രീകളുണ്ട്. പക്ഷേ എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഇത്തരം അവസ്ഥകളെയൊക്കെ ശക്തമായിട്ട് നേരിടണം. പ്രത്യേകിച്ച് ദേഹത്ത് കൈവെക്കുന്ന ശീലം അപ്പോഴേ നിർത്തണം. അത് സ്ത്രീ അനുവദിച്ചു കൊടുക്കാൻ പാടില്ല. എന്ന് വെച്ചാൽ ഇങ്ങനെ സംഭവിക്കുമ്പോൾ നമുക്ക് കണ്ണുകളിലേക്ക് നോക്കി സ്ട്രോങ് ആയിട്ട് പറയാൻ പറ്റണം. അടിക്കാൻ വരുന്ന കൈ കയറി പിടിക്കണം. ഇത് നടപ്പില്ല എന്ന് എന്തായാലും ഉറപ്പിക്കണം. അതൊരു കാരണവശാലും നമ്മൾ സമ്മതിക്കരുത്. അപ്പോൾ സ്ത്രീക്ക് നിയമപരിരക്ഷയുണ്ട് ഇത്തരം കാര്യങ്ങളിൽ, അത് പ്രയോജനപ്പെടുത്തണം. അവിടെ ഭർത്താവല്ലേ എന്നൊന്നും ചിന്തിക്കേണ്ട ഒരു കാര്യമില്ല. കാരണം ഭർത്താവാണെങ്കിൽ അയാൾ അങ്ങനെ ചെയ്യില്ല. അപ്പോൾ ഒരു ഭർത്താവായിരിക്കാൻ യോഗ്യതയില്ലാത്ത ഒരാളാണ്. അവിടെ സെൻറ്റിമെൻറ്റ്സിൻ്റെ ഒന്നും ആവശ്യമില്ല. സെൻറ്റിമെൻറ്റ്സ് എപ്പോഴാണ് ഉണ്ടാകേണ്ടത്? രണ്ടുപേരും പരസ്പര ധാരണയോടും സ്നേഹത്തോടും കൂടി കഴിയുമ്പോൾ അവിടെ സെൻറ്റിമെൻറ്റ്സ് ഉണ്ടാവണം. ഈ ഒരു കേസിൽ അതില്ല. വയലൻസ് സമ്മതിച്ചു കൊടുക്കരുത്. അതുപോലെ തന്നെയാണ് ഈ ഷൗട്ട് ചെയ്തൊക്കെ സംസാരിക്കുക. പുരുഷന്മാർ ഷൗട്ട് ചെയ്യുമ്പോൾ സ്ത്രീകൾ പൊതുവെ ഭയപ്പെടും. കാരണം മസിൽ പവറൊക്കെ ഉള്ളതുകൊണ്ട് ഈ ദേഷ്യം ഇങ്ങനെ കൂടിക്കൂടി എന്നെ എന്തെങ്കിലും ദേഹോപദ്രവം ഏൽപ്പിച്ചാലോ എന്നുള്ളൊരു ചിന്ത സ്ത്രീകൾക്കുണ്ടാവും. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ ശക്തമായ പ്രതിരോധം തീർക്കേണ്ടത് സ്ത്രീയാണ്. ജീവിത പങ്കാളികളാവുമ്പോൾ നമുക്ക് പരസ്പരം ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കാം. അത് ഒരുമിച്ചിരുന്ന് ഡിസ്കസ് ചെയ്ത് പറഞ്ഞു തീർക്കുകയല്ലാണ്ട് കയ്യൂക്കുകൊണ്ട് തീർക്കേണ്ടതല്ല. അത് സമ്മതിക്കാൻ പാടില്ല. അതുപോലെ തന്നെയാണ് ഈ സ്ത്രീധനവുമായിട്ട് ബന്ധപ്പെട്ടുള്ള എന്തെല്ലാം അക്രമങ്ങളാണ് വീടുകളിൽ നടക്കുന്നത്. എനിക്കെപ്പോഴും തോന്നിയിട്ടുള്ളൊരു കാര്യം എന്താണെന്നോ, ഈ പെൺകുട്ടികൾ എന്തുകൊണ്ട് ഇത്രയും നിസ്സഹായരായി പോകുന്നു? നമുക്കൊരു നാട്ടു നടപ്പുണ്ട്. വിവാഹം കഴിയുന്നതോടുകൂടി പിന്നെ പെൺകുട്ടിക്ക് സ്വന്തം വീട്ടിൽ സ്ഥാനമൊന്നുമില്ല. ഇനിയെല്ലാം ഭർത്താവിൻ്റെ വീട്ടിലാണ്. ഭർത്താവിൻ്റെ വീട്ടുകാർക്ക് വേണ്ടി ജീവിക്കുന്നു, ഭർത്താവിന് വേണ്ടി ജീവിക്കുന്നു. സ്വന്തം വീടുമായിട്ട് കണക്ഷനൊന്നും ഇല്ലാത്തൊരവസ്ഥ. അപ്പോൾ സാധാരണഗതിയിൽ അങ്ങനെയാണല്ലോ, വിവാഹം കഴിഞ്ഞ് ഭർത്താവിൻ്റെ വീട്ടിലേക്ക് പോകുന്നു. അവിടെ അവൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തിരിച്ചു വരാൻ പറ്റാത്തൊരവസ്ഥ. ഭർത്താവിൻ്റെ വീട്ടിൽ പ്രശ്നങ്ങൾ നേരിടുന്ന ധാരാളം പെൺകുട്ടികളുണ്ട്. അപ്പോൾ അവരുമായിട്ട് സംസാരിക്കുമ്പോൾ ഞാൻ ചോദിക്കാറുണ്ട്, അവിടെ നിൽക്കാൻ അത്ര ബുദ്ധിമുട്ടാണെങ്കിൽ സ്വന്തം വീട്ടിൽ പോയി കുറച്ച് ദിവസം നിന്നൂടെ? അപ്പോൾ അവർ പറയുന്നതാണ്, അവിടെയൊന്നും പോയി നിൽക്കാൻ പറ്റില്ല, അമ്മയ്ക്കും അച്ഛനും വിഷമാവും, അല്ലെങ്കിൽ അവർ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ചില ആളുകൾ പറയുകയും ചെയ്യും, അവിടെ എന്തെങ്കിലും പറ്റിയാൽ ഇങ്ങോട്ട് വരണ്ട കേട്ടോ. പക്ഷെ പിന്നെ അവൾ എങ്ങോട്ട് പോകും? ആ സപ്പോർട്ട് പെൺകുട്ടികൾക്ക് കൊടുക്കാൻ തയ്യാറാവണം. അപ്പോൾ എൻ്റെ കല്യാണം കഴിയുമ്പോൾ എനിക്ക് ജോലിയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് എനിക്കൊരു പോക്കറ്റ് മണി റെഗുലറായിട്ട് തരുമായിരുന്നു കേട്ടോ. അന്നത്തെ ഒരു വാല്യൂ വെച്ച് നോക്കുമ്പോൾ ഒരു സാമാന്യം നല്ല ഒരു തുക എനിക്ക് എൻ്റെ പേഴ്സണൽ ആവശ്യങ്ങളൊക്കെ നടത്താനുള്ള കുറച്ച് പണം എല്ലാ മാസവും എനിക്ക് തരുമായിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ ആലോചിക്കുമ്പോഴാണ് അന്നൊക്കെ എത്ര ഉൾക്കാഴ്ചയോടുകൂടിയാണ് അവർ കാര്യങ്ങൾ ചെയ്തിരുന്നത്. അപ്പോൾ ഒരു വീട്ടിലെ ആൺകുട്ടികൾക്ക് കൊടുക്കുന്ന ഒരു സ്ഥാനമില്ലേ, അത് പെൺകുട്ടികൾക്കും ഉണ്ടാവണം. ഇനി മൂന്നാമത്തെ കാര്യമാണ് സാമ്പത്തിക സ്വാതന്ത്ര്യം. സാമ്പത്തിക സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ തീരുമാനത്തിനനുസരിച്ച് ചെലവഴിക്കാൻ പണം നമ്മുടെ കയ്യിലുണ്ടാവുക. ജോലിയുള്ള സ്ത്രീകളുണ്ട്, സാമ്പത്തിക വരുമാനമുണ്ട്. അപ്പോൾ ചിലരുടെ ശമ്പളം ഭർത്താവിൻ്റെയും ഇവരുടെയും ജോയിൻ്റ് അക്കൗണ്ടിലാണ്. പിന്നെ പണം വേണമെങ്കിൽ ഭർത്താവിനോട് ചോദിക്കേണ്ടി വരിക. അത് ഇപ്പോഴത്തെ കാലത്ത് സ്ത്രീകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങളാണ്. ഓരോ വ്യക്തിക്കും അവരുടേതായ ഇഷ്ടങ്ങളും തീരുമാനങ്ങളും ഒക്കെ ഉണ്ട്. അതിൽ വേറൊരാൾ എപ്പോഴും ഇടപെടുന്നത് പൊതുവെ ആരും ഇഷ്ടപ്പെടാറില്ല. അപ്പോൾ സ്വന്തമായിട്ടൊരു ബാങ്ക് അക്കൗണ്ട് ഉണ്ടാവുക, അതിൽ സ്വന്തമായിട്ട് കൈകാര്യം ചെയ്യാൻ കുറച്ച് പണം ഉണ്ടാവുക, ഇതൊക്കെ സാമ്പത്തിക സ്വാതന്ത്ര്യത്തിൻ്റെ നിർവചനത്തിൽ പെടും. ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഒരു ലേഡി ഡോക്ടർ എന്നോട് പറഞ്ഞ ഒരു കാര്യം, അവർക്ക് ഉപരിപഠനത്തിന് പോകണം, ഭർത്താവിൻ്റെ വീട്ടുകാർ സമ്മതിക്കുന്നില്ല, വെറുതെ അതിനുവേണ്ടി പണം ചെലവഴിക്കേണ്ട എന്നതാണ് അവരുടെ നിലപാട്. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇതുവരെ ജോലി ചെയ്ത പണമൊന്നുമില്ല, അവർ കുറേ കാലം ഹോസ്പിറ്റലിലൊക്കെ ജോലി ചെയ്തിരുന്നു, വീട്ടിൽ നിന്ന് കിട്ടിയ ഷെയർ ഇല്ലേ, അല്ലെങ്കിൽ ഗോൾഡ് ഇല്ലേ എന്നെല്ലാം ചോദിച്ചപ്പോൾ അവർ പറയണേ, അതെല്ലാം ഭർത്താവിൻ്റെ അപ്പൻ്റെ കയ്യിലാണ്. ഷെയറായിട്ട് കിട്ടിയ പണം അത് ഭർത്താവിൻ്റെ പേരിൽ ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ പെൺകുട്ടികൾക്ക് അവകാശപ്പെട്ട ഈ പണം, സ്വർണ്ണമൊക്കെ എങ്ങനെയാണ് വേറൊരാളുടെ കയ്യിലേക്ക് പോവുകയും അവൾക്ക് ഇതിൻ്റെ മേലെ യാതൊരു നിയന്ത്രണമില്ലാതെയും വരുന്നത്? വല്ലാത്ത കഷ്ടമല്ലേ? അപ്പോഴും എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യമുണ്ട്, എന്തുകൊണ്ട് ഈ പെൺകുട്ടികൾ ഇത്രയും പാവങ്ങളായി പോകുന്നു? നമുക്ക് സംസാരിക്കാനുള്ള കഴിവില്ലേ? കണ്ണുകളിലേക്ക് നോക്കി സ്ട്രോങ് ആയിട്ട് പറയണ്ടേ? മകളുടെ ഷെയർ മകളുടെ നിയന്ത്രണത്തിലായിരിക്കണം. ഇനി ഭാര്യയും ഭർത്താവും കൂടി ഒരുമിച്ച് ജീവിക്കുമ്പോൾ ആ വീട്ടിലെ പൊതുവായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി പണം ഉപയോഗിക്കേണ്ടി വന്നാൽ അവളുടെ അടുത്ത് ഉപയോഗിച്ചോട്ടെ. അങ്ങനെ കൊടുക്കുന്നതിനൊരു വാല്യൂ ഇല്ലേ? അതുപോലെ തന്നെയാണ് ചില സ്ത്രീകൾക്ക് സാമ്പത്തിക വരുമാനം ഉണ്ടാവില്ല. ജീവിത പങ്കാളിയായിട്ടുള്ള ഭാര്യയ്ക്ക് സ്വന്തമായിട്ടുള്ള അക്കൗണ്ട് ഉണ്ടാകണം, സ്വന്തമായിട്ട് ചെലവഴിക്കാൻ കുറേ പണം അതിലുണ്ടാവുകയും വേണം. അതിനുള്ളൊരു സപ്പോർട്ട് കൊടുക്കാൻ ഭർത്താവ് തയ്യാറാവണം.
അതുപോലെ സ്ത്രീ ജോലിക്ക് പോകുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അവളുടെ സാമ്പത്തിക വരുമാനത്തിൽ അത് ചെലവഴിക്കുന്നതിൽ എന്തുമാത്രം സ്വാതന്ത്ര്യം അവൾക്കുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ഇവിടെയൊക്കെ പറ്റുന്നത് എന്താണെന്നോ, ഇതെല്ലാം സംസാരിക്കുമ്പോൾ നമ്മൾ ആവശ്യമില്ലാത്ത സെൻറ്റിമെൻറ്റ്സ് ഒക്കെ അതിനകത്ത് കൊണ്ടുവരും. ഭർത്താവല്ലേ, ഭാര്യയല്ലേ. ഇപ്പോൾ ഭാര്യയാണെങ്കിൽ ഭാര്യയ്ക്ക് ഈ സ്വാതന്ത്ര്യം എന്തുകൊണ്ട് നിഷേധിക്കുന്നു? അത് സ്നേഹമില്ലാത്തത് കൊണ്ടല്ലേ? എൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ, എനിക്ക് ജോലിയുണ്ട്. എൻ്റെ സാമ്പത്തിക വരുമാനം പൂർണ്ണമായും എൻ്റെ നിയന്ത്രണത്തിലാണ്. എൻ്റെ ഭർത്താവിൻ്റെ സാമ്പത്തികം അദ്ദേഹത്തിൻ്റെ കയ്യിലാണ്. വീട്ടിലെ കോമൺ കാര്യങ്ങൾക്കൊക്കെ ഞങ്ങൾ പരസ്പര ധാരണയോടുകൂടി പണം ചെലവഴിക്കും. പക്ഷേ ഓരോരുത്തരുടെ കയ്യിൽ എത്ര പണമുണ്ട്, ഇതെല്ലാം ഞങ്ങൾ ഡയറിയിൽ എഴുതി വെച്ചിട്ടുള്ളതല്ലാതെ ബോധ്യപ്പെടുത്തുന്നൊരു രീതിയൊന്നുമില്ല. അത് വളരെ നന്നായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഒന്നാമത്തത്, ഇപ്പോൾ എൻ്റെ പണം എനിക്ക് ഉപയോഗിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം ഉണ്ടെങ്കിൽ എൻ്റെ പണം ഞാൻ നന്നായിട്ട് സൂക്ഷിക്കും. പണം കൂടുതൽ സമ്പാദിക്കാനും താല്പര്യം ഉണ്ടാവും. പണത്തിന് വേണ്ടി മറ്റൊരാളുടെ മുമ്പിൽ കൈ നീട്ടുക എന്നുള്ളത് അത്ര നല്ല കാര്യമൊന്നുമല്ല. ഇനി നാലാമത്തെ കാര്യം, ഈ ജെൻഡർ ഇക്വാളിറ്റിയിൽ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് സ്ത്രീകൾക്ക് തീരുമാനങ്ങൾ എടുക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം. ഇത് നിഷേധിക്കപ്പെടുന്ന സ്ത്രീകളുണ്ട് കേട്ടോ. പുരുഷൻ പല കാര്യങ്ങളിലും സ്വന്തമായ തീരുമാനങ്ങൾ എടുക്കാറുണ്ട്. ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് പോകുന്നു, താല്പര്യമുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. അങ്ങനെ പലതും സ്വയം തീരുമാനമെടുത്ത് ചെയ്യുമ്പോൾ സ്ത്രീകൾക്ക് പലതിനും അനുവാദം ചോദിക്കേണ്ടതായിട്ട് വരുന്നു. ഒരു ഇഷ്ടമുള്ളിടത്തേക്കൊന്നും യാത്ര പോകാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന സ്ത്രീകളാണെങ്കിൽ ചിലപ്പോൾ കരിയറിൻ്റെ ഭാഗമായിട്ട് ദൂരെ ഒരു സ്ഥലത്ത് ട്രെയിനിങ് അല്ലെങ്കിൽ പുതിയ കുറേ കാര്യങ്ങൾ പഠിക്കേണ്ടി വരുന്നു. ഇനി ജോലി ഇല്ലാത്തവരാണെങ്കിൽ ഒരു ടെസ്റ്റ് എഴുതി പഠിച്ച് പാസ്സാകണമെന്നുണ്ട്. അപ്പോൾ അവിടെയും പല പല നിയന്ത്രണങ്ങൾ. വീട്ടിൽ നിന്ന് പോയി വരാവുന്ന ഇടത്താണെങ്കിൽ മാത്രം ജോലിക്ക് പോയാൽ മതി. ദൂരേക്ക് ട്രാൻസ്ഫർ വന്നു കഴിഞ്ഞാൽ പ്രൊമോഷൻ വേണ്ടെന്ന് വെക്കേണ്ടി വരിക. ഇങ്ങനെയുള്ള വിവേചനങ്ങൾ ഇപ്പോഴും സ്ത്രീ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതായത് സ്ത്രീക്കും പുരുഷനും വ്യത്യസ്ത രീതികൾ. ഒരാൾക്ക് എന്ത് ചെയ്യാനും സ്വാതന്ത്ര്യം, മറ്റേയാൾക്ക് എല്ലാ കാര്യങ്ങൾക്കും ഇങ്ങനെ അനുവാദം ചോദിക്കേണ്ടി വരിക. അതൊരു വിവേചനമല്ലേ? ഇങ്ങനെ അനുവാദം ചോദിച്ച് ചെയ്യേണ്ടി വരുന്ന പല കാര്യങ്ങളും സ്ത്രീ വേണ്ടാന്ന് വെക്കാറുണ്ട്. അനുവാദം ചോദിച്ചതിന് പ്രശ്നം ഉണ്ടാക്കണ്ട. പോകുന്നത് അദ്ദേഹത്തിന് ഇഷ്ടപ്പെടാതെ വന്നാലോ, വീട്ടിലുള്ള ബാക്കിയുള്ളവർക്ക് ഇഷ്ടപ്പെടാതെ വന്നാലോ എന്നുള്ളൊരു ഭയം കൊണ്ട് പലതും വേണ്ട എന്ന് വെക്കുക. പിന്നെ വേറൊന്നുണ്ട് കേട്ടോ, നിനക്ക് എവിടെ വേണമെങ്കിലും പോകാം, പക്ഷെ നീ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഓക്കെ ആക്കിയിട്ട് വേണം പോകാൻ. അതും സ്ത്രീയുടെ സ്വാതന്ത്ര്യത്തിന് തടസ്സം ഉണ്ടാക്കുന്ന ഒരു കാര്യമല്ലേ? ഇതെല്ലാം വേണ്ടാന്ന് വെക്കും. ഇത്രയും ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് പോകണ്ടെന്ന് വെക്കാനല്ലേ സാധ്യത? പെൺകുട്ടികളെയും ആൺകുട്ടികളെയൊക്കെ വളർത്തുന്ന രീതികളിൽ, അവരോട് സംസാരിക്കുന്ന രീതിയിലൊക്കെ വിവേചനം കടന്നു വരാറുണ്ട്. ആക്സിലറേറ്റ് ആക്ഷൻസ് ഫോർ ജെൻഡർ ഇക്വാളിറ്റി എന്ന് പറയുമ്പോൾ കുറേ കാര്യങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ കുടുംബങ്ങളിലാണ്. പലപ്പോഴും നമ്മൾ കുടുംബങ്ങളിൽ എന്ത് നടക്കുന്നു എന്ന് അറിയാറില്ലല്ലോ. അപ്പോൾ എന്ത് വിവേചനങ്ങളൊക്കെ നടന്നാലും അതെല്ലാം സഹിച്ച് ജീവിക്കുന്ന ഒരു രീതിയാണ് കുടുംബങ്ങളിലുള്ളത്. ജെൻഡർ ഇക്വാളിറ്റിയെ പറ്റി ചിന്തിച്ചും പഠിച്ചും സംസാരിച്ചിരുന്നിട്ട് കാര്യമില്ല. ഇനി ആക്ഷനിലേക്ക് കടക്കേണ്ട സമയമായി. അത് നമുക്ക് വീടുകളിൽ നിന്ന് തുടങ്ങാം. ഈ ചേഞ്ചസ് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. പ്രത്യേകിച്ചും അവനവനെ കുറച്ച് പ്രതികൂലമായി ബാധിക്കുന്നതാണെന്ന് കണ്ടു കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടില്ല. അതെനിക്കറിയാം. സന്തോഷത്തോടുകൂടി ജീവിക്കണമെങ്കിൽ എല്ലാവരുടെയും ആവശ്യങ്ങൾ സംരക്ഷിക്കപ്പെടണം. അപ്പോൾ ഒരു സ്ത്രീയെ സംബന്ധിച്ച് ഇന്ന് ഏറ്റവും വലിയൊരു ആവശ്യമാണ് ലിംഗപദവി മൂലമുണ്ടാകുന്ന വിവേചനം അവസാനിപ്പിക്കുക എന്നുള്ളത്. അതിന് ഇത്തവണത്തെ വനിതാ ദിനം എല്ലാവർക്കും പ്രചോദനം നൽകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യണം കേട്ടോ. അടുത്ത ആഴ്ച പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്